الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്മാരുടെ പൊതുവെയുള്ള ഒരു പ്രത്യേകതയാണ് ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളും ശുദ്ധീകരണ പ്രക്രിയകളും നടക്കുന്നില്ല എങ്കിൽ മനുഷ്യന്മാരുടെ മനസ്സുകളും പ്രവർത്തനങ്ങളുമെല്ലാം ദുഷിച്ചു പോകും എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അവന്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ശുദ്ധീകരണവും ഉണ്ടാകാൻ വേണ്ടി 5 നേരം നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ജുമുഅയിൽ പങ്കെടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത്. ഒരു വർഷത്തിൽ നിർബന്ധമായും റമദാനിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും കഴിവുള്ളവർ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ദീനിന്റെ പ്രക്രിയകളാണ്. ഈ പ്രക്രിയയുടെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാതിരുന്നാൽ അത് ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കുന്നത് നമ്മെ തന്നെയായിരിക്കും. നമസ്കാരത്തിന്റെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം സൂചിപ്പിച്ചത് ഒരു കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസമെന്നാണ്. നമുക്കറിയാം, 10 വയസ്സ് പ്രായമാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ടാവുകയില്ല, അവന് തക്ലീഫ് എത്തിയിട്ടില്ല.
പക്ഷെ ആ 10 വയസ്സിൽ തന്നെയും നമസ്കരിക്കാത്തവനെ അടിച്ചു തുടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം എന്താണ്? അതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ആ രീതിയിൽ അങ്ങനെ വളർന്നു വന്നെങ്കിലേ അവൻ ആ ശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅയും. പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ ഇതിന്റെ ഗൗരവം വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. ജുമുഅ നമസ്കാരവും അതിൽ നടക്കുന്ന ഖുതുബകളുമെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അൂ ഇലാ ദിക്രില്ലാ. വിശ്വാസികളെ, ജുമുഅ ദിവസം നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വേഗത്തിൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണം. ജുമുഅ കൊണ്ട് ഏറ്റവും പ്രധാനമായി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ദിക്റുള്ളയാണ്. അല്ലാഹുവിനെ ഓർക്കാൻ കഴിയണം, പടച്ച റബ്ബിനെ ഓർമ്മ വരണം. വെള്ളിയാഴ്ച ദിവസത്തിൽ ആ ജുമുഅ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരു ദിക്റുള്ള അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങൾ വേഗത്തിൽ വരണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്കതിന് സാധിക്കാറുണ്ടോ? നമ്മൾ ആത്മവിചാരം നടത്തേണ്ടതാണ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗത്തിൽ നിങ്ങൾ വരണമെന്ന് അല്ലാഹു നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങളെല്ലാം ഒഴിവാക്കണം, കച്ചവടവും നിങ്ങളുടെ ബിസിനസ്സും ഒക്കെ തൽക്കാലം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. ഇതെന്തിനു വേണ്ടിയാണ്? ഒരാഴ്ചയിൽ ഒരു ഉപദേശം, അതല്ലെങ്കിൽ ആഴ്ചയിൽ സമൂഹത്തിലുള്ള ആളുകളെല്ലാവരും നിർബന്ധമായിക്കൊണ്ട് ഒരുമിച്ചുകൂടി മാനസികവും ശാരീരികവുമായിട്ടുള്ള ഐക്യമുണ്ടാകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു ആത്മീയമായ ഊർജമുണ്ട്. അതുകൊണ്ടാണ് യാത്രക്കാരും രോഗികളും സ്ത്രീകളും അല്ലാത്തവരെല്ലാം നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആത്മാവുണ്ട് ജുമുഅക്ക്. ആ ആത്മാവ് പലപ്പോഴും സമൂഹത്തിൽ ചോർന്നു പോകുന്നത് കൊണ്ടാണ് ആ ജുമയുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ അവസാനത്തിലേക്ക് എത്തിയാൽ മതി. അതല്ലെങ്കിൽ അതിന്റെ ഇനി വന്നാൽ തന്നെയും പലപ്പോഴും പല ആളുകളുടെയും ഇരുത്തം തന്നെ അങ്ങനെയായിരിക്കും. ഞാൻ എല്ലാ ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ ഗൗരവം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആത്മാർത്ഥമായി അതിനോട് കൂറ് കാണിക്കാൻ, നീതി കാണിക്കാൻ നമുക്ക് സാധിക്കും. നമസ്കാരത്തിന് ഒരു പ്രാധാന്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ അത് കൃത്യമായി നമസ്കരിക്കുന്ന ബോധം ഉണ്ടാകും. ദീനിന്റെ ഏത് കാര്യങ്ങളെയും അതിന്റെ ഉപദേശങ്ങൾ മനസ്സിലേക്ക് കയറുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ആ ഗൗരവത്തെ കെടുത്തിക്കളയാണ് ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണി. അതൊന്നും വലിയ പ്രാധാന്യമില്ല, തർക്കമതി. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അൂ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞത്, മൻ തറക സലാസ ജുമുഅൻ തഹാവൻ ബിഹാ തബഅ അല്ലാഹു അലാ ഖൽബി. അവന്റെ ഹൃദയത്തിൽ സീൽ വെക്കുന്ന, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ ഇതിന്റെ ഗൗരവം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ, ആ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് വെള്ളിയാഴ്ചയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ചയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഖൈറുള്ള ദിവസമാണ്. ഏറ്റവും ഖൈറുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അത് വിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഖൈറുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ സുബഹിക്ക് അതിന്റെ പ്രത്യേകത തുടങ്ങുന്നു.
ഇമാം പ്രത്യേകമായി സൂറത്തുകൾ ഓതുന്നു, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്, ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. ഇന്ന ഫീ യൗമിൽ ജുമുഅത്തി ലസഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ ഹത്താ അല്ലാഹു ഇയ്യാഹു. ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ഇനി അതല്ലാതെയോ അള്ളാഹുവിനോട് ചോദിച്ചാൽ കൃത്യമായി കൊണ്ട് ഉത്തരം കിട്ടുന്ന ദിവസമുണ്ട്, ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാം. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പള്ളി അടക്കം കൊറോണയുടെ മുമ്പ് ഒരുപാട് സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചോ ജുമുഅ നിർബന്ധമൊന്നുമില്ല. അതേ സമയത്ത് ദീനിയായ കാര്യങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒരു ഉപദേശം കേൾക്കാതിരുന്നാൽ പലപ്പോഴും മനുഷ്യന്റെ മനസ്സ് ദുഷിച്ചു പോകും. നബിയെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഉപദേശിക്കണം. അതാണും പെടും പെണ്ണും പെടും. കാരണം ഉപദേശം എന്ന് പറഞ്ഞ വിശ്വാസികളായ ആളുകൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ദിക്ർ എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ അതിലൂടെ ഒരു ഉപദേശം കിട്ടുന്നുണ്ട്, ആളുകളുടെ ഖുതുബയിലൂടെ ഉപദേശം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഗൗരവം നമ്മൾ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകമായ കൂലിയും പ്രത്യേകമായ പുണ്യവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കാണാം. എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻ ഖതസല യൗമുൽ ജുമുഅത്തി വലബിസ മിൻ അഹ്സനി സിയാബിഹി വമസ്സ മിൻ തീബിൻ ഇൻ കാന ഇൻദഹു ثم അത الجمعة ولم يتخطى عناق الناس ثم صلى ما كتب له ثم أنصت إذا خرج إمامه حتى ينصرف من صلاته كانت كفارة لما بينهما وبين الجمعة التي قبلها. ഒരാൾ പള്ളിയിലേക്ക് നേരത്തെ കുളിച്ചു വന്ന് വൃത്തിയായി മുമ്പത്തെ സഫിൽ തന്നെ ഇരുന്ന് ഇമാമിന്റെ അടുത്ത് തന്നെ നിന്ന് ജുമുഅ ഖുതുബകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് അങ്ങനെ ഇരുന്നാൽ ഒരാഴ്ചയിലെ തെറ്റുകളാണ് അവന് പൊറുക്കപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഒന്ന് നേരത്തെ കുളിച്ച് വൃത്തിയായി ജുമുഅക്ക് നേരത്തെ വരിക. വളരെ തിരക്കുള്ള ആളുകൾ അല്ലാത്തവരും എന്താണ് സാധാരണയായിക്കൊണ്ട് ചിന്തിക്കാറ്? നമ്മളൊക്കെ ചിന്തിക്കാറുള്ള എന്താ? അതൊരു 12:15 ആയിക്കോട്ടെ, വാങ്കൊടുത്തോട്ടെ എന്നാണ് പലപ്പോഴും ഞാൻ ആക്ഷേപിക്കാൻ പറയുന്നത്. നമ്മളൊക്കെ ചിന്ത അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവർ ജുമുഅയുടെ മുമ്പ് 40 റക്അത്ത് നിസ്കരിച്ച സഹാബത്തുണ്ടായിരുന്നു, 60 റക്അത്ത് നിസ്കരിച്ച സഹാബത്തുണ്ടായിരുന്നു, 20 റക്അത്ത് നിസ്കരിച്ച സഹാബത്തുണ്ടായിരുന്നു. എത്രയാണ് നമസ്കരിക്കാൻ? വസല്ലമ കുതിബ ലഹു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എത്ര ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിലും എത്ര നിസ്കരിച്ച് രണ്ട് റക്അത്ത് നിസ്കരിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അത്രയും പുണ്യമുണ്ടാ നമസ്കാരത്തിനും അതിന്റെ സമയത്തിനും പള്ളിയിൽ നേരത്തെ വരിക എന്നുള്ളതിനും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുതുബ ശ്രദ്ധിക്കുക, ഫസ്തമഅൽ ഇമാം, ഇമാമിനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ കാലടിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ കൂലി എത്ര അറിയോ? കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ അമൽ സനത്തിൻ അജ്റു സിയാമിഹാ വ ഖിയാമിഹാ. നേരത്തെ വന്ന് നിസ്കരിച്ച് ഖുതുബക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു വർഷത്തെ അവൻ ആ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാലടിക്കും ഒരു കൊല്ലത്തെ നോമ്പിന്റെയും നമസ്കാരത്തിന്റെ കൂലിയുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതിഫലമാണ് പ്രവാചകൻ ഇതിന് ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരു മൊബൈൽ റീചാർജിൽ ഒരു 10 റുപ്യ ആദായം കിട്ടിയാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിഷാപ്പിൽ ഒരു 10 രൂപ ആദായം ഉണ്ടെന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാളുകളിൽ മറ്റേതെങ്കിലും ഓഫറുകൾ ഉണ്ടെന്ന് കേട്ടാൽ ആളുകൾ ഇടിച്ചു കയറിയാക അവസാനം ട്രാഫിക് ജാമും പോലീസും ലാത്തി ചാർജൊക്കെ ഉണ്ടാവും. റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ, അള്ളാന്റെ പള്ളിയിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഒരു കൊല്ലം ഒരാൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിച്ചവന്റെയും ഒരു കൊല്ലം അയാൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റവന്റെയും കൂലി കിട്ടും. ഒരു സ്റ്റെപ്പിന് റസൂൽ ലികുല്ലി ഖുതുവത്തിൻ. ഇത് ആർക്കുള്ളതാണ് സഹോദരന്മാരെ? എനിക്കും നിങ്ങൾക്കുള്ളതാണ്. വിശ്വാസികളായ ആളുകൾക്കാണ് റസൂലുള്ളാഹി ഓഫർ ചെയ്തിട്ടുള്ളത്. എല്ലപ്പോഴും ചിലപ്പോൾ നമുക്കത് കഴിഞ്ഞു പോകാം. പക്ഷെ നമ്മൾക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും, പടച്ചവനെ റസൂൽ പറഞ്ഞു ഈ ഒരു കൂലി
എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കത് കിട്ടണം എന്നൊരു പൂതി. അങ്ങനെ ഉണ്ടായിക്കോട്ടെ. നമുക്കൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ജപിക്കാൻ കഴിഞ്ഞോളുന്നില്ല, എന്തെങ്കിലും തിരക്കിലുണ്ടാകാം. പക്ഷെ ഒരു കൊല്ലത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കൂലി എനിക്ക് ലഭിക്കണം. പടച്ചോനെ ഇതിരിക്കും വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ, ഇത് വിശ്വാസികളായ ആളുകൾക്കുള്ളതാണല്ലോ എന്നൊക്കെ ആ ഒരു ചിന്തയെങ്കിലും സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് ഒരു ദിവസം ഒരു സ്റ്റെപ്പ് കൊണ്ട് പള്ളിയിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിന് ഒരു വർഷത്തെ കൂലി കിട്ടുമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ധന്യരായില്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഓഫർ എന്താണുള്ളത്? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ പ്രവാചകർ എത്രയാണ് അതിന്റെ കൂലികൾ പറഞ്ഞിട്ടുള്ളത്? ഒരു മനുഷ്യൻ ഒരു ഒട്ടകത്തെ ഹദിയ കൊടുത്ത് അറുത്തതിന്റെ കൂലി കിട്ടുന്ന ഒരൊട്ടകത്തിന് എത്രയാണ് പണം? ഒട്ടകം അറബികളുടെ അടുക്കൽ വലിയ മൂല്യമുള്ള സമ്പത്തായിരുന്നു. ആ വലിയ മൂല്യമുള്ള സമ്പത്ത്, ആ മൂല്യമുള്ള സമ്പത്ത് അവൻ സ്വതക്ക കൊടുത്തവന്റെ കൂലി കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഈ ജുമുഅക്ക് മാത്രമല്ല, ഏത് സമയത്തും പള്ളിയിലേക്ക് നേരത്തെ വരിക എന്നുള്ളത് ഒരു പുണ്യമുള്ള കാര്യമല്ല. ലൗ യഅലമൂന മാ ഫി തഹ്ജീർ ലസ്തബഖൂ ഇലൈഹി. പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിന്റെ പുണ്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ അതിലേക്ക് മത്സരം സംഘടിപ്പിക്കുമായിരുന്നു എന്നാ പ്രവാചകൻ പഠിപ്പിച്ചു. അതിലേക്ക് മത്സരം സംഘടിപ്പിച്ച് നിങ്ങൾ അതിലേക്ക് വരുമായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, നിങ്ങൾ ഖുതുബ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ഫംദു ഇലാ ഖുതുബത്തിൽ ഇമാമി വസ്സലാത്തി മഅഹു വസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ, ഇമാമിന്റെ ഖുതുബയും അദ്ദേഹത്തിന് കൂടെയുള്ള നമസ്കാരത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ വരേണ്ടതുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഖുതുബയിൽ അതിന്റെ ഖുതുബ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യം. ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല എന്നല്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അഥവാ ശ്രദ്ധ തെറ്റുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. പലപ്പോഴും ചില ആളുകളൊക്കെ ജുമുഅക്ക് ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ജുമുഅ നടക്കുമ്പോൾ മൊബൈൽ കളിക്കാം. ഫഖദ് ലഗാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ ജുമുഅയിൽ ലഗ്വ് കാണിച്ചിരിക്കുന്നു. ലഗ്വ് കാണിച്ചവന് ജുമുഅയില്ല എന്നാണ് പ്രവാചകന്റെ ഹദീസിൽ. എത്രത്തോളം അപ്പുറത്തൊരാൾ സംസാരിക്കുന്നുണ്ട്, മിണ്ടല്ലേ എന്ന് പറയാൻ പാടില്ല. ഇവൻ അവന്റെ സംസാരം അടക്കാൻ വേണ്ടി പോലും സംസാരിക്കാൻ പാടില്ല. അത്രയും പിൻ ഡ്രോപ്പ് സൈലന്റായി ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കണം. അതെന്തിനു വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഭാഗമായി കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. നല്ല വസ്ത്രം ധരിച്ച് പ്രത്യേകമായി കൊണ്ട് സുഗന്ധം ചൂഷി, ഇനി മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം സ്വതക്ക കൊടുക്കൽ പുണ്യുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച അധിക ദിവസം മുസ്ലിമീങ്ങളുടെ പള്ളികൾ കളക്ഷൻ ഉണ്ടാവും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ശാഹദതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഖദ്ദസല്ലാഹു റൂഹു ഇദാ ഖറജ ഇല ജുമുഅ യഖുദു മാ വജദ ഫിൽ ബൈത്തി മിൻ ഖുബ്സിൻ ഔ ഗൈരിഹി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നാണയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോവുക. ഇത് ഭക്ഷണം വഴി കയറുന്ന ആളുകൾക്ക് സ്വതക്ക കൊടുക്കും. ഇനി അതില്ല നാണയങ്ങളുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് വന്ന ആളുകൾക്ക് അദ്ദേഹം സ്വതക്ക കൊടുക്കും എന്നാൽ അദ്ദേഹം പറയാറുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി വിശ്വാസികൾ അയാളോട് കൽപ്പിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന പോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ സമ്മാനം കൊടുക്കുക, അതൊരു നല്ല കാര്യമായിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പഠിപ്പിക്കുകയും അദ്ദേഹം അത് കൃത്യമായി കൊണ്ട് ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളെങ്കിൽ അതിന്റെ ഒരു തർത്തീബോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നേരത്തെ ജുമുഅക്ക് വരിക, ജുമുഅ ശ്രദ്ധിക്കുക, അതൊക്കെ പലതവണ നമ്മൾ ഓർമ്മപ്പെടുത്തി. എന്നായിരുന്നു വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ചോദിച്ചാൽ നമ്മൾ ഇബാദത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. കാരണം ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പോവുക, 5 നേരം പള്ളിക്ക് പോവുക. ഇതുപോലും നമുക്ക് നഷ്ടമാവുന്നു. ഇതുപോലും കൃത്യമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചറബിന്റെ അടുക്കൽ നമ്മുടെ ഏടുകളൊക്കെ നിവർത്തി വെക്കുമ്പോൾ
ഇനി ആ ചെയ്തതിൽ തന്നെയും എത്ര ഇഖ്ലാസ് ഉണ്ട്, എത്ര ഈമാനുണ്ട്, എത്ര തഖ്വ ഉണ്ട് എന്നുള്ളത് നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ള അവസരങ്ങളെ അതിന്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ തുറന്നു തരുള്ളൂ. ഹദീസിൽ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും ഉലമാക്കൾ ജസാഉ ഹസനത്തിൻ, ഒരു ഹസനത്തിന്റെ ജസാ എന്ന് പറഞ്ഞാൽ അൽ ഹസനത്തു ബഅദഹ, ഒരു നന്മ ഒരാൾ ചെയ്താലേ അപ്പുറത്തേക്ക് ഒരു നന്മ ചെയ്യാൻ അള്ളാഹ് വീണ്ടും തൗഫീഖ് കൊടുക്കുള്ളൂ. ഒരു നന്മ ചെയ്യാൻ അള്ളാഹ് അവസരം കൊടുത്തിട്ട് അതാണ് പാഴാക്കി കിടന്നാൽ പിന്നെ ഒരു പക്ഷെ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഉലമാക്കൾ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മനുഷ്യന് അള്ളാഹ് ഒരു നന്മ ചെയ്യാൻ തൗഫീഖ് കൊടുത്തു, അതിന് അവസരം കൊടുത്തു, പക്ഷെ അയാളത് മെയിൻറ്റെയിൻ ചെയ്തില്ല. പക്ഷെ ഇനി പിന്നീട് ഒരു പക്ഷെ ആ ജീവിതത്തിൽ അയാൾക്ക് ആ നന്മകൾ ചെയ്യാൻ അവസരം അള്ളാഹ് കൊടുത്തോളുന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യത്തോടുകൂടി ചെലവഴിക്കാനും അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, ജുംഅക്ക് വരെ അവർക്ക് നിർബന്ധമില്ല, അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ജുംഅക്ക് വന്നാൽ ഒരുപാട് പുണ്യം അവർക്ക് നേടാൻ കഴിയും. പള്ളിയിരിക്കുന്ന പുണ്യമുണ്ട്, തഹയ്യത്ത് നിസ്കരിക്കുന്ന പുണ്യമുണ്ട്, പള്ളിയിലേക്ക് നടന്നു വന്നതിന് പുണ്യമുണ്ട്, അതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന ഉപദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദീൻ ചിട്ടപ്പെടുത്തിയതിന്റെ പുണ്യമുണ്ട്. എന്തുകൊണ്ടാണ് നിർബന്ധാക്കാതിരുന്നത്? കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ ഒരുപാട് ശുഗലുകൾ ഉണ്ടാകും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു ഇളവ് കൊടുത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലും പ്രവാചകന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തൊക്കെ സ്ത്രീകൾ പള്ളിയിൽ വരാണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമേ തർക്കമുള്ളൂ, പെണ്ണ് പള്ളിയിൽ പോകാൻ പറ്റൂല്ലേ എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തർക്കമില്ല, സഹാബത്തിന്റെ കാലഘട്ടത്തിലും യോയിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അന്നും ഇന്നും പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ മദീനത്തെ മസ്ജിദ് ഖുബയാണെങ്കിലും മസ്ജിദ് ഹറമാണെങ്കിലും ഇനി എവിടുത്തെ പള്ളികളാണെങ്കിലും അവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് സൗകര്യമുണ്ട്, അവിടെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. നേരെ മറിച്ച് പള്ളിയിലേക്ക് പോകാൻ ഒരു താല്പര്യക്കുറവും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കരമായ താല്പര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമല്ല. വഖർന ഫീ ബുയൂതികുന്ന എന്ന വിനായത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങുകൂടിയിരിക്കണം തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങാം. ഇനി അവർക്ക് എന്തെങ്കിലും ജോലി ആവശ്യങ്ങൾക്ക് അതും പുറത്തിറങ്ങാം. അവർ മതപരമായി പുറത്തിറങ്ങൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, വൽ ഹവാജി ശർഇയ്യ, ശർഇയ്യായ ആവശ്യങ്ങൾപ്പെട്ടതാണ് പള്ളിയിലുള്ള നിസ്കാരം, ജുമുഅകൾ, അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ അതിൽ അവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഭർത്താക്കന്മാരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും ആണ് അവനെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണുക എന്നുള്ളത്. വിശ്വാസികളായ ആളുകൾ അവർക്ക് ആ സൗഭാഗ്യം നൽകാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യതജല്ലാ ലഹും ഫീ കുല്ലി ജുംഅത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ വെള്ളിയാഴ്ചകളിൽ, അതിന്റെ ദിവസത്തിന്റെ വലിപ്പവും കാര്യങ്ങളും നമുക്കറിയില്ല, പക്ഷെ അവിടെയും ജുമുഅ ദിവസം ഉണ്ടായിരിക്കും, ഇബാദത്തുകളൊന്നും ഉണ്ടാവില്ല. ആ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവിശ്വാസികളായ അടിമകൾക്ക് ദർശനം നൽകുന്നത്, അള്ളാഹുവിനെ കാണാൻ അവസരം കൊടുക്കുന്നത് എന്ന് ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലും ഇതിന് സൂചനകൾ, വലദൈന മസീദ് എന്ന് സൂറത്ത് ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് സ്വർഗമുണ്ട്, സിയാദത്തുമുണ്ട്. സിയാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൗർണമി രാവിൽ അഥവാ 14-ാം രാവിന്റെ ചന്ദ്രൻ ഉദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനെയും കുട്ടി പള്ളിയിലിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ?
സഹാബത്ത് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, മേഘത്തിന്റെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇന്നക്കും സതറൂന റബ്ബക്കും മിത്ല ഹാദാ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെയും പരലോകത്ത് കാണാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ പരലോകത്ത് റബ്ബിനെ കാണാൻ കഴിയും എങ്കിൽ നിങ്ങൾ 2 നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് സുബഹിയും മറ്റൊന്ന് അസറുമാണ്. ഈ 2 നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും. വെള്ളിയാഴ്ച ആയിരിക്കും നിങ്ങളതിന് അവസരമുണ്ടായിരിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് താഹയിലെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീമിസ് സ്വലാത്ത എന്നൊരു പ്രവാചകൻ തൊറഫൈൻ നഹാർ, 2 നഹാറിന്റെ 2 അറ്റങ്ങളിലും പ്രവാചകരെ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അതുപോലെ തന്നെ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതിന് അസ്തമിക്കുന്നതിന് മുമ്പും നീ റബ്ബിനെ സ്തുതിക്കണം. അഥവാ സുബഹി നമസ്കാരവും അസർ നമസ്കാരവും, ഇത് 2 പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അതിനുള്ള അവസരം വെള്ളിയാഴ്ച കിട്ടണമെങ്കിൽ ആ വെള്ളിയാഴ്ച നമുക്കും ദീനിന്റെ താല്പര്യവും കാര്യങ്ങളൊക്കെ ദുനിയാവിലുണ്ടെങ്കിൽ പരലോകത്തിലും അതിന് അവസരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസപരമായ കാര്യങ്ങളിൽ കൃത്യമായ പാളിച്ചകളില്ലാതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ്, പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാരെ പറഞ്ഞ് ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്നവരെ പടച്ചോനില്ലാന്റെ അവസ്ഥയിലേക്ക് വരെ ഉയർത്തുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ പോലും ഉണ്ടായി എന്നുള്ളത് വളരെ സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പടച്ചോനെ സംബന്ധിച്ചുള്ള മഹത്വവും പടച്ചറബിനെ സംബന്ധിച്ചുള്ള ബോധവും നമുക്കുണ്ടാകണം. അള്ളാഹു മാത്രമേ ശ്രദ്ധാവുള്ളൂ. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഇനിയും പഠിപ്പിച്ചു കൊടുക്കേണ്ടി എന്നൊരവസ്ഥ നിങ്ങൾ അത് ചിന്തിച്ചു. അള്ളാഹു ആണ് നമ്മളെ പടച്ചോന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോനോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ എത്രമാത്രം വലിയ ഗുരുതരമായ അധപ്പതനാണ്. നമ്മളെ പടച്ചോന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷെ ഇൽമു മൂത്ത് പോണ ആളുകൾക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും നമ്മൾ വിലയിരുത്തുന്നതിന്റെ അഖീദയും അതിന്റെ മനഹജും അനുസരിച്ചുകൊണ്ടാണ്. അത് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു എല്ലാം ഹഖിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇന്ന് അസറിന് ശേഷം മംഗള വെച്ചുകൊണ്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുഖാമുഖമാണ്. കഴിവിന്റെ പരമാവധി ആളുകൾ അത് കേൾക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ ഈ ആഴ്ച ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.